തരിടമേ ഞാനോ കുറയേ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 9. സംഭവിച്ചതെല്ലാം കേട്ട് ഹെരോദേസ് രാജാവ് പരിഭ്രാന്തനായി. എന്തെന്നാൽ യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയിർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചിലരും, ഏലിയ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് മറ്റു ചിലരും, പണ്ടത്തെ പ്രവാചകന്മാരിൽ ഒരുവൻ ഉയർത്തു വന്നിരിക്കുന്നു എന്ന് വേറെ ചിലരും പറഞ്ഞിരുന്നു. ഹെരോദേസ് പറഞ്ഞു, ഞാൻ യോഹന്നാനെ ശിരച്ഛേദം ചെയ്തു. പിന്നെ ആരെക്കുറിച്ചാണ് ഞാൻ ഇക്കാര്യങ്ങൾ കേൾക്കുന്നത്? അവൻ ആരാണ്? അവനെ കാണാൻ ഹെരോദേസ് ആഗ്രഹിച്ചു. കർത്താവിന്റെ സുവിശേഷം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9 അധ്യായം 7 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. ക്രിസ്തുവിന്റെ പ്രസംഗങ്ങൾ കേട്ടറിഞ്ഞപ്പോൾ ഹെരോദേസിൽ നിന്നുണ്ടായ പ്രതികരണങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിലെ പ്രതിപാദ്യ വിഷയം. താൻ തന്നെ വധിച്ച യോഹന്നാൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റതാണ് ക്രിസ്തുവെന്നും, ക്രിസ്തു ഏലിയ ആണെന്നും, ക്രിസ്തു പ്രവാചകന്മാരിൽ ഒരുവനാണെന്നുമുള്ള ജനങ്ങളുടെ സംസാരമറിഞ്ഞ് ഹെരോദേസ് വളരെയധികം ഭയപ്പെട്ടിരുന്നു. എന്തെന്നാൽ അവനാണ് യോഹന്നാനെ വധിച്ചത്. അതേ യോഹന്നാൻ തന്നെയാണോ ക്രിസ്തു എന്ന് നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് വലിയ അന്ധവിശ്വാസിയായ അവൻ ക്രിസ്തുവിനെ അടുത്തു കാണാൻ ആഗ്രഹിച്ചത്. അധികാരത്തിലിരിക്കുന്നവരുടെ അനീതികൾ ദൈവനാമത്തിന്റെ ബലത്തിൽ അപലപിക്കാൻ ധൈര്യമുള്ള വ്യക്തി സമൂഹത്തിലെ ഏറ്റവും ചെറിയവർക്ക് എങ്ങനെ പ്രതീക്ഷ നൽകുമെന്ന് ഹെരോദേസിന് അറിയാം. ക്രിസ്തുവിന്റെ സുവിശേഷ പ്രസംഗങ്ങളുടെ ചക്രവാളങ്ങളിൽ ഭീഷണികൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നത് അവിടെ നിന്നുമാണ്. ഹെരോദേസ് വലിയ അന്ധവിശ്വാസിയായിരുന്നു. അവൻ ക്രിസ്തുവിനെ കാണാൻ ആഗ്രഹിച്ചത് ജനം പറയുന്നത് പോലെ താൻ വധിച്ച യോഹന്നാനോ ഏലിയായോ മറ്റേതെങ്കിലും പ്രവാചകന്മാരോ ഉയർത്തതാണോ എന്നറിയാനാണ്. ഹെരോദേസിനെ പോലെ ആവാതെ നമുക്കും ക്രിസ്തുവിനെ കാണാൻ ആഗ്രഹിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒരർത്ഥം ലഭിക്കുന്നതിനായി നമുക്കും ക്രിസ്തുവിനെ കാണാൻ ആഗ്രഹിക്കാം. എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.